അയ്യോ ഒന്ന് പാടാവോ? ഇത്ര പാടിപ്പിക്കുന്നു ഞാൻ വിചാരിച്ചില്ല. കൊച്ചു കള്ളനെ എടാ എടാ വേണ്ട മോനെ വേണ്ട മോനെ. ദിലീപേട്ടനും സ്റ്റുഡിയോയിലുണ്ടായിരുന്നു. ഈ പുള്ളിയുടെ നേച്ചർ ഇതാണ്, കുറച്ച് ബുദ്ധിയില്ലാത്ത. ദിലീപേട്ടൻ പറഞ്ഞു ഞാനൊന്ന് പാടിത്തരാന്ന് പറഞ്ഞ് പുള്ളി കയറി. അങ്ങനെ പാടി കഴിഞ്ഞപ്പോഴാണ് എന്നാ പിന്നെ നമുക്ക് ഇത് കൊള്ളാമല്ലോ അഫ്സലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതാ നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ ദിലീപേട്ടൻ എപ്പോഴും എന്നെ കാണാൻ പറഞ്ഞു ഈ എന്നെ പാട്ടുകാരനാക്കിയ ആളായിരിക്കണമെന്ന് പറഞ്ഞു. അന്ന് അത് തുടങ്ങിയത് പുള്ളി. അത് കൈ തുടിത്താളം തട്ടി തെയ് തകമേളമിട്ട് മെയ് നിറപ്പൊന്നും കെട്ടി വാ പെൺകിളി ആ മൺകുടത്തിൽ മുഖം ചേർത്തു നീ ആദ്യാനുരാഗം നുകർന്നീലയോ കുടി കുടിച്ചൊരു നേരം തുണ വിളിച്ചൊരു പെണ്ണേ. കൊച്ചിയിലെ മച്ചനെ കച്ചമുറുക്ക് കച്ചവടം ജീവിതവും തരരരര. കൊച്ചിയിലെ മച്ചന്മാർ മാത്രമല്ല, കണ്ടു നിൽക്കുന്ന എല്ലാവരും കച്ച മുറുക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മുടെ കൂടെ മലയാളത്തിന്റെ എക്കാലവും പ്രിയപ്പെട്ട അഫ്സലാണുള്ളത്. അഫ്സൽക്ക ഹലോ. ഹായ്. ഈ മോഹൻ സിത്താര ഒരു പാട്ടിന്റെ വരികൾക്കിടയിൽ 10 സെന്റ് സ്ഥലം വാങ്ങിയിട്ട മാതിരി സ്വരങ്ങൾ അങ്ങോട്ട് വേറിയിട്ടിട്ടുണ്ട്, മൂളിയിട്ടിട്ടുണ്ട്. നിങ്ങൾ വല്യേട്ടൻ സിനിമയിലെ പാട്ട് പടം ഇറങ്ങുമ്പോൾ ആ പാട്ട് വന്നില്ല, പക്ഷെ പിന്നെയും ആ പാട്ട് ശ്രദ്ധയായിട്ടുണ്ട്. MG ശ്രീകുമാറിന്റെ കൂടെയുള്ള ഒരു കോംബോ. അത് പാടി തുടങ്ങാം നമുക്ക്. കണ്ണിലമ്പും വില്ലും കൊണ്ടെൻ്റെ ഈ കൽബിലെ ചില്ലുകൂടുടച്ചു മൊഞ്ചത്തി കാതിൽ വന്ന് കൊഞ്ചി നിന്നെൻ്റെ ഈ ചങ്കത്ത് പഞ്ചാര പാലുദിച്ചല്ലോ. ഓ നീലസാരി അണിഞ്ഞാൽ നീലിമയ്ക്ക് കോപം, നീ നടന്നു പോയാൽ നീർമരുത് പൂക്കും. നമ്മളിൽ നിന്നാണ് നമ്മൾ കേൾക്കണേ. അതിന് മുന്നേ കല്യാണരാമന്റെ റെക്കോർഡ് രണ്ടും ഒരേ സമയത്താണ്. അതായത് 2002 ക്രിസ്മസ് റിലീസ് ചിത്രങ്ങളായിരുന്നു രണ്ടും. പക്ഷേ കല്യാണരാമനാണ് ആദ്യം റെക്കോർഡ് ചെയ്തത്. കാരണം കല്യാണരാമൻ്റെ റെക്കോർഡിങ്, അതായത് കമ്പോസിങ് ഒക്കെ നേരത്തെ തുടങ്ങി, വളരെ നേരത്തെ. ബേണി ഇഗ്നീഷ്യസും ഡയറക്ടർ ഷാഫി, നമ്മുടെ ലാലേട്ടൻ പ്രൊഡ്യൂസർ ലാലേട്ടൻ, അങ്ങനെ ബെന്നി പി നായരമ്പൽ, ഇവരൊരു ഗ്രൂപ്പ് വർക്കായിരുന്നു. അപ്പം അന്ന് ലാൽ മീഡിയം തുടങ്ങിയ സമയമാണ്. അപ്പോൾ അവിടെ നേരത്തെ എനിക്ക് തോന്നുന്നു ഒരു ഓഗസ്റ്റ് തൊട്ട് തന്നെ കമ്പോസിങ്ങും അതിൻ്റെ ഇതൊക്കെ കാര്യങ്ങളൊക്കെ തുടങ്ങി. അപ്പോൾ അന്ന് ബേണി ഇഗ്നീഷ്യസ് എന്നെ ട്രാക്ക് പാടാനായിട്ടാണ് വിളിച്ചത്. അങ്ങനെ പോയി പാടി തുടങ്ങിയപ്പോഴാണ് ട്രാക്കുകൾ പാടിയിട്ടുണ്ട്. അതിനു മുമ്പ് പാടിയിട്ടുണ്ട്. വല്യേട്ടനിൽ ഞാൻ പാടി, സിനിമയിൽ പാടിയിട്ടുണ്ട്. വല്യേട്ടന് ശേഷം മോഹൻചേട്ടൻ തന്നെ, മോഹൻചേട്ടൻ്റെ ഫിലിം സുന്ദരപുരുഷൻ എന്ന് പറഞ്ഞാൽ അതും ഇതേപോലെ അതിലൊരു സ്വർണ്ണലത പാടിയൊരു പാട്ടുണ്ട്, കൊഞ്ചടി കൊഞ്ച് കുയിലേ മണിക്കൊഞ്ചൽ പഞ്ചമങ്ങൾ. ആ പാട്ട് അതിൻ്റെ മെയിൽ വെർഷൻ കാസറ്റിലേക്ക് അത് ഞാൻ പാടിയിട്ടായിരുന്നു. അത് അതിൻ്റെ പ്രൊഡ്യൂസർ ബൈജു എഴുപുന്നായിരുന്നു. അദ്ദേഹമാണ് എന്നെ വിളിച്ചത് പാടാൻ വേണ്ടി. വലിയ പാട്ട് ആക്ച്വലി സിനിമ ഇറങ്ങിയപ്പോൾ ഉണ്ടായിരുന്നില്ലല്ലോ. ഇല്ല, ഇല്ല. അത് മോഹൻചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഇങ്ങനെ ഉണ്ടാവില്ല, കാസറ്റിലേക്ക് വേണ്ടിയായിരിക്കും. ഇത് വലിയൊരു ബിഗ് ബഡ്ജറ്റ് ഫിലിമാണ്. കാരണം 2000 ഓണകാല ചിത്രമായിരുന്നു വല്യേട്ടൻ. അപ്പോൾ ആ സമയത്ത് ഇറങ്ങുന്ന ഒരു വലിയൊരു സിനിമയാണ്. അപ്പോൾ അതിൽ എന്തായാലും അന്ന് കാസറ്റാണ്, കാസറ്റിൽ ലേബിളിൽ പേരുണ്ടാവും നിന്റെ എന്ന് പറഞ്ഞ് MG ശ്രീകുമാറേട്ടൻ്റെ കൂടെയാണ് പാടിയത്. യൂട്യൂബിൽ വല്യേട്ടൻ അടിച്ചു കഴിഞ്ഞാൽ കാസറ്റിന്റെ താഴത്ത് പേര് കാണുന്നുണ്ട്. അതെ. അപ്പോൾ ഈ ഒരു എൻകരളിൽ താമസിച്ചാൽ അതാണ് നമ്മളൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പം മുതലേ നിങ്ങളുണ്ട് കേട്ടോ. അതായത് ഞാൻ ജനിക്കുന്നതിന് മുന്നേ നിങ്ങൾ SPBന്റെ ലൈവ് സോങ്സ് പാടി സ്റ്റേജിലുണ്ട്. അപ്പോൾ ഇത് ശരിക്കും ഗ്രാറ്റിറ്റ്യൂഡ്സ് എനിക്ക് ഫീൽ ചെയ്യുന്ന മൊമെന്റ് ആണ്. അപ്പോൾ ഇത് എൻകരളിൽ താമസിക്കാന്നുള്ള പാട്ട് അതൊരു ട്രെൻഡ് പാട്ടായിരുന്നു. അതുവരെ കണ്ട പോലത്തുള്ള പാട്ടല്ല. അതിനിടയിൽ സ്വരങ്ങൾ പാടുന്നുണ്ട് നിങ്ങൾ. അത് സ്വരങ്ങളായിട്ട് തന്നെ തന്നതാണോ അല്ലെങ്കിൽ നിങ്ങളെ ഇംപ്രൂവൈസേഷൻ ആണോ? അങ്ങനെ വേണമെന്ന് പറഞ്ഞു. ഇങ്ങനെ പുള്ളി സ്വരങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു. പക്ഷേ അതിൻ്റെ ഒരു കുറച്ച് ഗിമ്മിക്സ് ഒക്കെ കാണിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് അങ്ങനെ പാടി. മനി പഗ ഗമനി പഗരിസ മനി പഗ ഗമനി പഗരിസ നിസ ഗമ പനി സഗരിസ.
ഏയ് അത് ഭയങ്കര ഒരു പാട്ടായിരുന്നു അതെ. അല്ലേ? സ്റ്റേജ് ഷോകളിൽ ഇപ്പോഴും ഇപ്പോഴും പൊളിക്കുന്ന പാടുന്നുണ്ട്. ഇപ്പോൾ പാട്ടായിരുന്നു. എല്ലാവരും സ്റ്റേജിൽ വരുമ്പോൾ കുറേ പേര് ചോദിക്കുന്ന ഒരു പാട്ടാണ്. ഞാനും ഫ്രാങ്കോയും കൂടിയാണ് പാടിയിരിക്കുന്നത് ആ പാട്ട്. അന്നൊരു ട്രെൻഡായിരുന്നു. ക്യാമ്പസ് സോങ്സ് എന്നും മലയാളം സിനിമകളിലൊരു ട്രെൻഡായിരിക്കും. അപ്പോൾ നമ്മളൊക്കെ പാടി തുടങ്ങിയപ്പോൾ അങ്ങനെ ഒരു ട്രെൻഡി ആയിട്ട് വന്ന ഒരു പാട്ടാണ്. ഇനി കല്യാണരാമനിലേക്ക് വരാം. ഓക്കെ. ഓക്കെ, കല്യാണരാമനിലെ അപാര പാട്ടാസ്റ്റ. അഫ്സൽക്ക പാടുന്ന പിച്ച് നേരെ ബേസ് പാടിയെങ്കിലേ എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് പാടാൻ പറ്റുക. അത്രയും ഹൈ പിച്ചിലാണ്. ആൻഡ് ബേണി ഇഗ്നേഷ്യസ് തന്നെ പറഞ്ഞിട്ട്, അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, അഫ്സലിന്റെ പാട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു പാട്ട് എറിച്ചു നിൽക്കണം. അതെ, അത് അവർ കറക്റ്റായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. എനിക്ക് തരുന്ന ഒരു പാട്ട് അതിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടാകും. കാരണം ഒരു പുതിയ സിംഗർ മലയാളത്തിൽ വരുന്നു എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ട് ഉണ്ടാവണമെന്ന് അവർ അതാണ് ആ കൈ തൂടി ആ ഒരു ജമ്പും കാര്യങ്ങളും നോക്കുക. ഒരു പോർഷൻ പാടിത്തരാമോ ആ പാട്ടിലത്തെ? ടഫാണോ? അതിലെല്ലാ പോർഷൻസും ഭയങ്കര ടഫാണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഭയങ്കര ഇമോഷൻസും ഉണ്ട്. കാരണം അതിന്റെ വൺ ലൈനർ എന്തായിരുന്നു തരുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അതായത് ഒരു ശരിക്കും പറഞ്ഞത് ഒരു ഇന്നത്തെ ഇപ്പം ഈ കാലഘട്ടത്തിലാണ് ആ സിനിമയെങ്കിൽ അതൊരു റീ റെക്കോർഡിങ് പോലെ അല്ലെങ്കിൽ ഒരു അങ്ങനെ പോരും. പക്ഷെ അതന്ന് ആ ഒരു രീതിയിലാണ് അതിനെ ട്രീറ്റ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ മ്യൂസിക്കിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിക്കൊണ്ട് തന്നെയാണ് ചെയ്തത്. അപ്പോൾ പാടുമ്പോൾ ഒരു എല്ലാവരും ആഘോഷിക്കുന്നുണ്ട് പാട്ട്. പക്ഷെ അതിൻ്റെ ഉള്ളിലൊരു ഒരു വേദനയുണ്ട്, നോവുണ്ട്. എന്നാലും അത് കാണിക്കാനും പാടില്ല എന്നുള്ള രീതിയിലായിരിക്കണം പാട്ട് പ്രസന്റ് ചെയ്യുന്നത്. അതെ അതെ അതിനൊക്കെ. നിനക്കുമുണ്ടൊരു പൂക്കാലം, എനിക്കുമുണ്ടൊരു പൂക്കാലം, നമുക്ക് തമ്മിൽ ചേരാനില്ലൊരു പൂക്കാലം, ഇടനെഞ്ചിലെ നമ്പരച്ചിന്തിലെ തേൻ കുളിരണ പൂങ്കനവിൽ ഇനി നമുക്കൊരു മറുജന്മം കാത്തിരിക്കാം. കൈ തുടിത്താളം തട്ടി തെയ് തകമേളമിട്ട് മെയ് നിറപ്പൊന്നും കെട്ടി വാ പെൺകിളി, കൈ മരക്കൊമ്പിലൊരു തൈ മണിക്കൂടും കെട്ടി മെയ് മലർ ചെണ്ടും കൊണ്ടേ വാ ആൺകിളി. ഓ എന്നിട്ട് കൈ ഞങ്ങള് വൻ ജമ്പിങ്. ഇപ്പോഴും അതെ ആ പാട്ടൊക്കെ കേൾക്കുമ്പോൾ അതിപ്പോഴും ലൈവില് ഫസ്റ്റ് ഞാൻ പാടുന്ന പാട്ട് ഇതാണ്. പക്ഷെ ഈ ലാസ്റ്റ് സെഷനിൽ ഇങ്ങനെ ഒരു താളം ചേഞ്ച് ഉണ്ട്. അത് വരുമ്പോ അല്ല സത്യം പറയണം, വെള്ളികൾ വരാറുണ്ടോ? പിന്നെ എപ്പോഴും വരുമല്ലേ? വെള്ളി വന്ന് പോകുന്നവരോട് നിരാശ അടിക്കണ്ട, ഇനിയും പാടിക്കോന്നാണോ പറയാനുള്ളത്? അത് നമ്മൾ മനുഷ്യന്മാരല്ലേ, എന്തും സംഭവിക്കും. നമ്മുടെ കയ്യിലല്ലോ ഒന്നും. അങ്ങനെയാണ്. ഞാനിപ്പോൾ ഈ പാട്ടൊക്കെ പാടാൻ കയറുമ്പോൾ പോലും നമ്മളുടെ സ്ട്രെങ്ത് അല്ല, നമ്മുടെ കൂടെ ആരൊക്കെയോ ഉണ്ടെന്നുള്ളൊരു തോന്നലാണ് അങ്ങോട്ട് പാടുന്നത്. അതങ്ങനെ ചിന്തിക്കുമ്പോൾ പിന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതെല്ലാം മുകളിലുള്ള ആളല്ല തീരുമാനിക്കണം നമുക്ക് എന്തും സംഭവിക്കാമെന്നുള്ളത്. അപ്പം അതിലങ്ങോട്ട് വിടാം, അത്രേ ഉള്ളൂ. പക്ഷേ ഒരിക്കലും ഇടയ്ക്കൊക്കെ കൈവിട്ടിട്ടുള്ളൂ. എന്നാലും ഇത്ര ഓഡിയൻസിൻ്റെ മുമ്പിൽ എപ്പോഴും നന്നായിട്ട് തന്നെ ചെയ്യാൻ കനിഞ്ഞിട്ടുണ്ടെന്ന് തന്നെ പറയാം. പാട്ടുകൾ ട്രൈ ചെയ്യുന്ന ഒരു സാധാരണ അല്ലെങ്കിൽ ഒരു സിംഗറിന് ഈ വെള്ളി പ്രതീക്ഷിച്ചോണ്ടേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അതൊക്കെ ഹൈ പിച്ച് നോട്ടിലുള്ള പാട്ടുകളാണ് മിക്കതും. പിന്നെ കുറേ കാലഘട്ടം കഴിഞ്ഞപ്പോൾ നമ്മൾ കുറേ പഠിച്ച് കുറേ ടെക്നിക്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് കുറേ കൂടി ഈസിയാണ്. എന്നാലും കുറേയൊക്കെ എന്തും സംഭവിക്കാം. വോയിസ് ടെക്നിക്സ് ഒക്കെ കുറച്ച് ഞാൻ പിന്നീട് പഠിച്ചപ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. ആദ്യം സിനിമയിലേക്ക് എൻട്രി, പാട്ടിന് ഭ്രാന്തായിട്ട് നടക്കുന്ന ഒരു കാലഘട്ടത്തിനെ കുറിച്ചിട്ട് കുറേ മുന്നേയുള്ള ഒരു ഇൻ്റർവ്യൂ ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ കണ്ടിട്ടുണ്ട്. മകൾക്ക് 3 വയസ്സാണ്. പക്ഷേ മോളെ ചെറുപ്പകാലമൊക്കെ മിസ് ഔട്ടായി. പാട്ട് ഇത് തന്നെയായിരുന്നു മെയിൻ. സോ ഇതിന് സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു വൈഫും ഉണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു മൊമെന്റിൽ മിസ് ഔട്ട് ആയിട്ടുള്ള മകളെ ഒരു ബാല്യകാലത്തിലേക്ക് ഒരു പാട്ട്, ഏത് പാട്ടാണ്, SPBയുടെ ആയാലും ശരി, ഏതായാലും അങ്ങനെ ഒരു പാട്ട് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ഏതിപ്പിക്കും? അയ്യോ, അങ്ങനെ പെട്ടെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അങ്ങനെ പിള്ളേർക്ക് മൂത്ത മോളെ ഞാൻ കൂടുതൽ മിസ് ചെയ്തേക്കണം. കാരണം അവൾ ഈ പറഞ്ഞ ഞങ്ങളൊരു കൂട്ടുകുടുംബമായിരുന്നു. അറിയാലോ, എൻ്റെ ബ്രദേഴ്സും ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് താമസിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിൽ വൈഫാണെങ്കിലും ഞാൻ പോയാലും വീട്ടിൽ നിറച്ച ആൾക്കാരുണ്ട്. ബ്രദറിൻ്റെ വൈഫ്, അവരൊക്കെ ആയിട്ട് ഭയങ്കര അടുപ്പവും അങ്ങനെ അവർക്ക് അങ്ങനെ ഒരു ഫീലിങ്ങില്ല. പക്ഷേ ഞാൻ നല്ല സ്ട്രഗ്ലിംഗ് ആയിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂസിക് ഒരു പ്രാന്തായിട്ട് നടക്കുമ്പോഴും എന്തെങ്കിലുമൊക്കെ ആകണം. അതുപോലെ ചുറ്റിലും വിശ്വസിക്കുന്ന ആളുകളൊക്കെ പറഞ്ഞ അഫ്സൽ മ്യൂസിക്കാണ് നിന്റെ വഴിയെന്ന്. അതെ, അങ്ങനെയാണ് പറഞ്ഞേക്കണം. അപ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ ഈ പ്ലേ ബാക്ക് ലെവലിലേക്ക് എത്തുന്നുള്ളൊരു ചിന്തകളൊന്നുമില്ല. എങ്കിൽ പോലും
കൺസിസ്റ്റൻ്റ് ആയിട്ട് മ്യൂസിക്കിൽ തന്നെ ഞാൻ റിതം പ്രോഗ്രാമിങ്ങും ഞാൻ ചെയ്യുമായിരുന്നു. ചോദിക്കാനിരിക്കായിരുന്നു പെർക്കഷനിസ്റ്റ് അഫ്സൽ ഇപ്പോഴും ആക്റ്റീവ് ആണോന്ന്. അല്ല, പെർക്കഷനിസ്റ്റ് എന്ന് ഞാൻ പറയൂല, കാരണം ഞാൻ ലൈവ് എനിക്ക് വായിക്കാൻ അങ്ങനെ അത്ര അറിയില്ല. എൻ്റെ ബ്രദറായിരുന്നു ഷക്കീർക്കാണ് കോങ്കോ ഡ്രമ്മർ. പിൽക്കാലത്ത് ടെക്നോളജി വളർന്നപ്പോൾ ഈ റിതം പ്രോഗ്രാമിംഗ് എന്നുള്ളൊരു ഇൻസ്ട്രുമെൻ്റ് വന്ന്, റോളൻഡിൻ്റെയൊക്കെ ഒരു റിതം പ്രോഗ്രാമർ. അപ്പോൾ അത് ബ്രദർ ചെയ്യുമായിരുന്നു. ബ്രദർ എൻ്റെ മൂത്ത ബ്രദറിൻ്റെ മകന് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് കണ്ടുപഠിച്ചാണ് ഞാൻ പിന്നെ വരുന്നത്. ഇപ്പോൾ ഈ വലിയേട്ടൻ സിനിമ പാടാൻ മോഹൻചേട്ടൻ്റെ അടുത്ത് ഞാൻ പാടാൻ വേണ്ടി വിളിച്ചതൊന്നുമല്ല. ഞാൻ പുള്ളിയുടെ വേറൊരു വർക്കിന് റിതം പ്രോഗ്രാം ചെയ്യണ സമയത്താണ് പുള്ളി പറഞ്ഞത്, ദാദാ സാഹിബിലെ അല്ലിയാമ്പൽപ്പൂ, അതിൻ്റെ റിതം പ്രോഗ്രാം ഞാനാണ് ചെയ്തത്. അത് ചെയ്തുകൊണ്ട് അല്ലിയാമ്പൽ പൂവേ ചൊല്ലു ചൊല്ലു പൂവേ നിന്നിലുള്ള ചന്തം എന്നെ ഇഷ്ടമായോ തരര, ആ പാട്ടിൻ്റെ റിതം പ്രോഗ്രാമിങ് ഞാനാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ പ്രോഗ്രാം ചെയ്യണ സമയത്താണ് മോഹൻചേട്ടൻ എന്നെ കൊണ്ട് ഈ വലിയേട്ടനിലെ കണ്ടിലമ്പും വില്ലും കൊണ്ടെൻ്റെ. അപ്പോൾ ആ റിതം പ്രോഗ്രാമിങ് ചെയ്യുന്നതുകൊണ്ട് അപ്പം ആദ്യ കാലഘട്ടങ്ങളിൽ എറണാകുളത്ത് നടക്കുന്ന എല്ലാ സ്റ്റുഡിയോകളിലും ഞാനും ബ്രദറുമാണ് റിതം പ്രോഗ്രാമിങ്ങിനുമാണ്. അപ്പോൾ എല്ലാ ദിവസവും വർക്കുണ്ട്. ഒരു സാറ്റർഡേ സൺഡേ പോലും നമുക്ക് ഒഴിവില്ല. ഞങ്ങൾ രണ്ടുപേരും ബിസിയാണ്. കാരണം ഇത് പ്രോഗ്രാം ചെയ്യാൻ അങ്ങനെ അധികം ആളുകളില്ല കേരളത്തിൽ. അപ്പോൾ മ്യൂസിക് തന്നെയാണ് എൻ്റെ വഴി എന്നുള്ളത് ഞാൻ കൺഫേം ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് പാട്ടാണെന്നുള്ളത് ഗാനമേളകൾക്ക് പാടുന്നുണ്ട്. പക്ഷേ റെക്കോർഡിങ്ങിന് ഇപ്പോൾ റിതം പ്രോഗ്രാം ചെയ്യണതിൻ്റെ കൂടെ ചിലപ്പോൾ കോറസ് പാടാനൊക്കെ ഞാൻ നിൽക്കും. ചിലപ്പോൾ ആരെങ്കിലും പറയുന്നു ആ പാട്ടറിയാമെങ്കിൽ മീൻസ് ചിലപ്പോൾ പണ്ട് വയലാറിൻ്റെ ഇന്ദ്രജാലം എന്ന് പറഞ്ഞിട്ട് ജോണി സാഗരിയുടെ കാസറ്റൊക്കെ ഇറങ്ങും വരും. അത് പഴയ പാട്ടുകൾ രണ്ടാമത് ചെയ്തിട്ട്, അപ്പോൾ അന്ന് അറിയാവുന്ന ഏതെങ്കിലും പഴയ പാട്ടുണ്ടെങ്കിൽ ഞാൻ ട്രാക്കൊക്കെ പാടിയിടും. റിതം പ്രോഗ്രാമിങ്ങിന് അത് ഫുൾ സോങ് ഒക്കെ ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ ട്രാക്കൊക്കെ പാടും. അങ്ങനെ അപ്പോൾ ഫുൾ ടൈം പാട്ടും മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുക എന്നുള്ളതാണ്. ഈ റിതം പ്രോഗ്രാമിംഗ് ചെയ്യണ സമയത്ത് ഈ പറഞ്ഞ മാതിരി നമ്മൾ സ്ട്രീമിൽ കണ്ടേക്കുന്ന മ്യൂസിഷ്യൻസ് അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടേഴ്സ് അല്ലാതെ നമ്മൾ അറിയപ്പെടാത്ത കുറേ ലെജൻസ് ആയിട്ടൊക്കെ അവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതും ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. അപ്പോൾ ഈ പറഞ്ഞ മാതിരി കുറേ മോള് അങ്ങനെ ഫുൾ ടൈം അങ്ങനെ ഒരു ഇത് പോയി. പിന്നെ പാട്ടുകൾ വന്നു തുടങ്ങി. ഇപ്പോൾ സിനിമയിൽ പാടാനാണെങ്കിൽ അല്ലാതെ ഒക്കെ പാടാൻ വന്നു തുടങ്ങിയപ്പോൾ കൺഫേമായി. പിന്നെ ഇതിൽ നമ്മൾ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്, നമ്മുടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള അത് കൂടുതൽ പഠിക്കുക. അത് ഈ പറഞ്ഞാൽ അതുകൊണ്ടായിരിക്കാം അങ്ങനെ കൂടുതൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് ഇപ്പോഴും ദൈവം സഹായിച്ച് ഇങ്ങനെ നിൽക്കാൻ സാധിക്കുന്നത്. ഞാൻ എൻ്റെ ക്വസ്റ്റ്യൻ ഫ്രെയിം ഒന്നുകൂടെ മാറ്റി. മോൾക്ക് ഇഷ്ടപ്പെട്ട അഫ്സൽ ഖാൻ്റെ പാട്ട് അങ്ങനെ മോളങ്ങനെ ഇഷ്ടപ്പെട്ട അങ്ങനെ പറയാം, എല്ലാം ഇഷ്ടമാണ് അവർക്ക് എൻ്റെ പാട്ടിനേക്കാളും ഞാൻ അവരുടെ കൂടെ ഉണ്ടാകുന്നത് ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. പിള്ളേർക്കൊക്കെ അങ്ങനെ തന്നെയാണ്. ഇപ്പം ഞാൻ അവരുടെ കൂടെ നിൽക്കുമ്പോൾ അവർ മ്യൂസിക്കിനെ കുറിച്ചൊന്നും അധികം സംസാരിക്കാറില്ല. ശരിക്കും നിങ്ങൾ മ്യൂസിക് ചങ്ങാതിമാർ തന്നെയാണ് സംഗീതത്തിനെ കുറിച്ച് സംസാരിക്കുന്നത്. അത്രേ ഉള്ളൂ. ഇഷ്ടമല്ലടാ പാട്ട് പാടുമ്പോൾ നിങ്ങൾ അഭിനയിച്ചില്ലേ? അതെ, അഭിനയിച്ച്. അതെങ്ങനെയാണ് ആ സമയത്ത് റെക്കോർഡിംഗ് ഉണ്ടായത്? അതായത് ഇപ്പൊ പൊതുവിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പാട്ട് മുഴുവൻ മെയിൽ ആണെങ്കിലും പാടുന്നു, ഫീമെയിൽ ആണെങ്കിലും പാടുന്നു, എന്നിട്ട് അത് കട്ട് ചെയ്ത്. അന്നും അങ്ങനെയായിരുന്നു അത്? അല്ലെ നിങ്ങളും ചിത്രയാറുണ്ടായിരുന്നു ഒന്നിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പഠിപ്പിക്കുന്ന രണ്ടുപേരും രണ്ട് ടൈം ഇത് ഞാൻ പാടിയതിന് ശേഷമാണ് അവർ പാടിയത്. എനിക്ക് തോന്നുന്നു രണ്ടുപേരും രണ്ട് ക്യാബിനിൽ നിന്നിട്ടാണ് പാടിയത്. പക്ഷെ അത് അങ്ങനെ ആയപ്പോഴാണ് അതിന് ആ ഒരു കറക്റ്റ് റിസൾട്ട് വന്നത്. മോഹൻചേട്ടൻ പറഞ്ഞു ഫുൾ ഫ്രീഡം തന്നിരുന്നു ആ പാട്ട്. മാക്സിമം, അതായത് ഇതാണ് സിറ്റുവേഷൻ, ഇതിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഞാനൊക്കെ എനിക്ക് വരണതൊക്കെ ചെയ്ത് അതിൽ നിന്നൊക്കെ കുറേയൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അയ്യോ അയ്യോ എന്നും പറഞ്ഞൊരു സാധനമൊക്കെ അങ്ങനെ നല്ല രസമായിരുന്നു. പിന്നെ ഓ മൈ ഉണ്ടിയാഴ്ച അതൊക്കെ ഞാനങ്ങനെ മോഹൻചേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞല്ല മോഹൻചേട്ടൻ. അപ്പോൾ മോഹൻചേട്ടൻ അത് കൊള്ളാം. അപ്പോൾ മോഹൻചേട്ടൻ പറയും എന്നാൽ ഇന്ന് മറ്റേ അയ്യോ പറയുമ്പോഴേ ഇത്തിരി ഇങ്ങനെ മുകളിലോട്ട് കയറ്റിയിട്ട് ഇങ്ങനെ അന്ന് ബെൻഡ് ചെയ്ത് ഇങ്ങനെ താഴത്തോട്ട് വീഴണ വരിയൊക്കെ. അപ്പോൾ അത് പല ടൈപ്പ് പാടിക്കൊടുക്കുമ്പോൾ അതിൽ നിന്ന് പുള്ളി സെലക്ട് ചെയ്യും. അങ്ങനെയൊക്കെ അതായത് നമ്മൾ സാധാരണ ഒരു മ്യൂസിക് ഡയറക്ടറിൻ്റെ അടുത്ത് പോയി നിൽക്കുമ്പോൾ ഒരു ടെൻഷനും പേടിയൊക്കില്ല, അതൊന്നും ഈ പാട്ടിലില്ല. നമുക്ക് ഫുൾ എൻജോയ് ചെയ്യാനുള്ളൊരു സ്പേസ്, നമ്മളോട് അഭിനയിച്ചോളാൻ പറഞ്ഞ അങ്ങോട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ. ഒന്നത് പാടി വെക്കാൻ നമ്മളെ ഇഷ്ടമല്ലടാ.
ഇഷ്ടമാണടോ എനിക്കിഷ്ടമാണടോ നിന്റെ സൂത്രങ്ങൾ ഇഷ്ടമാണടോ കൊച്ചു കള്ളിയേ എടോ എടോ വേണ്ട മോളെ വേണ്ട മോളെ വേണ്ട മോളെ വേണ്ട മോളെ ഇഷ്ടമല്ലടാ എനിക്കിഷ്ടമല്ലടാ ഈ തൊട്ടു നോട്ടം ഇഷ്ടമല്ലടാ കാര്യമില്ലടാ ഒരു കാര്യമില്ലടാ എന്റെ പിറകെ നടന്ന് കാര്യമില്ലടാ കൊച്ചു കള്ളനെ എടാ എടാ വേണ്ട മോനെ വേണ്ട മോനെ ഭയങ്കര രസമായിരുന്നു അതിൽ. അടിപൊളി, ഭയങ്കര സന്തോഷമായിട്ടാ പാടിയപ്പം. നിങ്ങളൊക്കെ പാടെന്ന് പറയുമ്പോൾ ഈ പാട്ടൊക്കെ മുതലെടുക്കാറ് ഈ പാട്ടുകളൊക്കെ ഇറങ്ങിയപ്പോൾ എനിക്കറിയാം നിങ്ങളൊക്കെ കുഞ്ഞുങ്ങളായിരിക്കും. ആണ് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള പാട്ട്. ആക്ച്വലി ദിലീപേട്ടന്റെ പാട്ടുകൾക്ക് അഫ്സലിന്റെ വോയിസ് ആണ് ഉണ്ടാവില്ല. സോ അതിൽ നിന്നും മാറി പൃഥ്വിരാജിന്റെ പാടുമ്പോഴും എനിക്ക് അത് അഫ്സൽ സെപ്പറേറ്റ്ലി അന്ന് നമുക്ക് അങ്ങനെ ചിന്തിച്ചെടുക്കാനുള്ള ബുദ്ധിയില്ല. അപ്പൊ ഇത് സെപ്പറേറ്റ് ഒരാൾ പാടുകയാണെന്നുള്ളത് ചിന്തിക്കുന്നില്ല. പൃഥ്വിരാജ് തന്നെയാണ് ഈ പാടുന്നത്. കാരണം ആ ഒരു ആക്ഷൻസിൽ അതായത് ആ പാട്ടല്ല, അത് പക്ക മ്യൂസിക് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതൊരു നമ്മളത് ഒരു ആക്ടറിന് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതാണ് ചെയ്യുന്നത്. നമ്മൾ മ്യൂസിക് സ്വരങ്ങൾ ഇതൊന്നും അതിൽ ആ പാട്ടിൽ ഒന്നും പറയാൻ പറ്റില്ല. അല്ലാണ്ട് ഇപ്പം ലാസ്റ്റ് വല്ല കൊച്ചു കള്ളിയേ ഇങ്ങനെ പറയുന്നുണ്ട്. അത് മ്യൂസിക്കലി അല്ല, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംസാരിക്കുന്ന രീതിയാണ്. കൊച്ചു കള്ളിയേ ഹെടോ ഹെടോ ഇങ്ങനെയൊക്കെ ഉള്ളതാണ്. അപ്പം അത് നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അവർക്ക് എന്ത് നമ്മൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അഭിനയിക്കാൻ വേണ്ടി എന്തൊക്കെ അവർക്ക് അതിൽ മോഡുലേഷൻ കൊടുക്കാൻ പറ്റും അതാണ് ചെയ്യാനാണ് മോഹൻ സാറും കമൽ സാറും പറഞ്ഞത്. കാരണം ഇത് അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണെന്ന് പറഞ്ഞു. അതെ, ചിത്ര അടിപൊളിയായിട്ട് പാടില്ല, ഗംഭീരമായിട്ട് പാടി. അന്ന് പഴയ സമയത്തെ ഗാനമേള, അതായത് സെലിബ്രിറ്റി ഗാനമേളാസിലെല്ലാം നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്ന പൂച്ചക്കണ്ണ നക്ഷത്ര കണ്ണുള്ള ഒരു സിംഗറാണ് ചിത്ര അല്ലേ. ഞങ്ങള് ഇത് ഈ ലൈവിൽ ആ ടൈമിലൊക്കെ കുറെ പാടും. അപ്പൊ എന്നെ ഒരു സ്റ്റേജിൽ ഇങ്ങനെ തള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട് ഞങ്ങൾ അഭിനയിച്ചിട്ട്. ഞാനപ്പോ ഒന്ന് സ്റ്റേജിൽ നിന്ന് മൂവ് ചെയ്ത് വീഴാൻ പോയി അങ്ങനെ. അപ്പൊ അത്രയും ഒരു ഈ പറഞ്ഞ മാതിരി സിംഗേഴ്സിന് ഇത്രയും ആക്ട് ചെയ്ത് പാടാൻ പറ്റുന്ന ഒരു പാട്ടായിരുന്നു അന്ന്. അത് വലിയൊരു സന്തോഷം തന്നെയാണ് ഇങ്ങനെ അങ്ങനെയൊക്കെയുള്ള ഒരു പാട്ടിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റിയത്. നമ്മളെയൊക്കെ ലൈഫ് റിത്തമാണ് നിങ്ങൾ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കണ സമയത്ത് 10ാം ക്ലാസ്സിലെ ചേച്ചിമാരാണല്ലോ നമുക്ക് വലിയ ചേച്ചിമാർ. അവർ ഈ സ്കൂളിലെ ക്യാൻറ്റീൻ്റെ ഒക്കെ ബാക്കിൽ എന്നിട്ട് ഉച്ചക്ക് ലഞ്ച് ടൈമിന് സംസാരിക്കും. അപ്പോൾ ദേ വർ ഹൈലി ടോക്കിംഗ് അബൌട്ട് എ സോങ് which you sang, എസ്കോട്ടെല്ലോ. അങ്ങനെ കുറച്ച് പാട്ടുകളുണ്ട്. ചെമ്പനീർ പൂവ്, എസ്കോട്ടെല്ലോ, ഐ ആം വെരി സോറി. അത്തരം പാട്ടുകൾ നമ്മളെ ശരിക്കും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ചെറുപ്പത്തില്. നിങ്ങൾക്ക് അത് പാടുന്ന സമയത്ത് ലൈക്ക് ഡബിംഗ് ആണ്, അല്ലു അർജുൻ അപ്പോൾ പിച്ചിൻ ചെയ്യുന്നേ ഉള്ളൂ. സോ ഹൗ വാസ് ദാറ്റ് ഓൾ റെക്കോർഡിംഗ്? ഇപ്പൊ എസ്കോട്ടിലോ BPLO എന്നുള്ള കൂട്ട് അതൊരു മലയാളം സിനിമ തന്നെയായിരുന്നു. അത് ഇതല്ല, ഡബിംഗ് അല്ല, അത് മോഹൻ ചേട്ടൻ തന്നെയാണ് മ്യൂസിക്. അത് ഞാനും ജ്യോത്സ്നയും കൂടിയാണ് പാടിയത്. അപ്പം ഞാനും ജ്യോത്സ്ന നല്ല കോമ്പിനേഷനൊന്നും ആ സമയത്ത് ഉണ്ടായിട്ടില്ല. ഈ പാട്ടിന് ശേഷമാണ് മെഹറുബയും ചിരിമണി മുല്ലയൊക്കെ ഞങ്ങൾ പാടുന്നത്. അപ്പോൾ ഈ പാട്ട് അന്ന് പാടിയപ്പോൾ അന്ന് എല്ലാവർക്കും അറിയാൻ പറ്റും, പക്ഷേ പുതിയ ആൾക്കാർക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. അന്ന് മറ്റേ മൊബൈൽ കണക്ഷനാണ് എസ്കോട്ടിലും ഒരു ഡോക്കോമോ വരെ ഉണ്ടായിരുന്നു. അന്ന് ഡോക്കോമോ ഇല്ല, ഈ പാട്ടിറക്കുമ്പോൾ ഡോക്കോമോ ഇറങ്ങിയിട്ടില്ല. അപ്പം അതും ഈ പറഞ്ഞവര് ഒരു ക്യാമ്പസ് സിനിമ വോയിസ് മോഡുലേഷൻ. അതെ അതെ, അതും ഇതേപോലെ ഒരു ക്യാമ്പസ് സോങ് ആയിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഇത്രയും ഫ്രീക്ക് ഔട്ടായിട്ട് പാടാമെന്ന് മോഹൻ ചേട്ടൻ പറഞ്ഞു. മോഹൻ ചേട്ടൻ്റെ വർക്കിന് പോകുമ്പോൾ അങ്ങനെ ഈ പ്രത്യേകിച്ച് പെപ്പി നമ്പർ സോങ്സ് പാടുമ്പോൾ നമുക്ക് കുറേ ഫ്രീഡം ഉണ്ടാകാറുണ്ട്. പക്ഷേ മെലഡിയസ് ആയിട്ടുള്ള പാട്ട് പാടുമ്പോൾ പുള്ളി കറക്റ്റ് സ്ട്രിക്റ്റായിട്ട് പുള്ളി പാടിക്കുകയും ചെയ്യും കറക്റ്റായിട്ട്. അപ്പം ഇങ്ങനെയുള്ള പാട്ടുകൾക്ക് എസ്കോട്ടെല്ലോ BPLO അങ്ങനത്തെ ഒരു പാട്ടായിരുന്നു. പാടാൻ പറ്റുമോ? ഓർമ്മയുണ്ടോ? എസ്കോട്ടെല്ലോ BPLO ഞാൻ നിന്റെ മൊബൈലായെങ്കിൽ എന്നും കാതിൽ ഉമ്മ വച്ചേനെ, അല്ലിച്ചുണ്ടിൽ തേൻ പറിച്ചേനെ, ഒരു കാറ്റേറും എന്റെ ആപ്ലിക്കേഷൻ തള്ളിക്കളയരുതേ. ഭയങ്കര പാട്ടുകളാട്ടോ. ഇതൊന്നും ആക്ച്വലി
ഈ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടേ ഞാൻ പഠിച്ച പാട്ടുകളല്ല, ഇതൊക്കെ ചെറുപ്പത്തിലെ കേട്ടിട്ടുള്ള വരികളൊക്കെ എനിക്ക് അറിയുന്നത് അങ്ങനെയാണ്. ബട്ട് ഐ തിങ്ക് ചിലപ്പോൾ ഇങ്ങനെ ഒരു മീറ്റപ്പിന് ചാൻസ് ഉണ്ടാവുമായിരിക്കും. അന്നേ അഫ്സൽ ഖാന്റെ പാട്ടുകളൊക്കെ സ്ട്രിക്ട്ലി ഫോളോ ചെയ്ത ഒരു ഫോളോവർ തന്നെയാണ്. അതെ, അതേപോലെ തന്നെയാണ് ഈ പറഞ്ഞ ഒരു ഡബ്ബിങ് സിനിമയിലുള്ള പാട്ടുകളും. ഡബ്ബിങ് സിനിമകൾ ഗീതാഞ്ജലി എന്ന് പറഞ്ഞ സിനിമകളൊക്കെ മലയാളത്തിൽ വന്നപ്പോഴും ഓ പ്രിയ പ്രിയ ആ പാട്ടുകളും അതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളൂ. SPB ഓ പ്രിയ പ്രിയ ഏറ്റു തീർത്ഥമേട അത് മലയാളമായിരുന്നു. മങ്കബു ഗോപാലകൃഷ്ണൻ സാറാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ അന്ന് കാലഘട്ടം തൊട്ട് തന്നെ ഈ പാട്ട് ഇങ്ങനെയുള്ള ഡബ്ബിങ് സിനിമകൾ നമ്മൾ കേൾക്കുന്നുണ്ട് പാട്ട് കാസറ്റിലൂടെയൊക്കെ. അപ്പം ഞാൻ പാടി തുടങ്ങിയപ്പോഴാണ് ഐ ആം വെരി സോറി ഈ പാട്ടാണ് ഞാൻ ഫസ്റ്റ് ഐ ആം വെരി സോറി 4000 സോറി സ്വർണ്ണക്കട്ടി ഞാൻ പാടാം തരരര ഹയോ 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 കിണുങ്ങിയോ മിടുക്കി അടങ്കു പെൺമണി തനന്നനന്ന കോപമടക്കടി കാന്താരി ഈ കോപം മുൻകോപം തനനനനന തന തരരര തരി. അതെന്താ വെച്ചാൽ അന്ന് ആ ടൈമിൽ തെലുങ്കിലാണെങ്കിലും കന്നഡത്തിലും തമിഴിലൊക്കെ കുറച്ച് സ്റ്റൈലിഷായിട്ട് പാടുന്ന സ്റ്റൈലിൽ, അതായത് ഡൈനാമിക്സും കുറച്ച് വെസ്റ്റേൺ സ്റ്റൈലൊക്കെ പാടുന്ന. അപ്പം അത് ആക്ച്വലി മറ്റേ പാട്ടിന്റെ അഡാപ്റ്റേഷൻ ആണ്. അതെ അതെ, അങ്ങനെ ഒരു അതെ ആ ഒരു പാട്ട് പിടിച്ചിട്ടാണ് ഈ പാട്ടുകൾ ചെയ്തേക്കണം. അത് മേ ബി നിങ്ങളെ സൗണ്ടിങ് കൊണ്ടായിരിക്കാം നമുക്ക് അതിനെ അങ്ങനെ അന്ന് വേർതിരിച്ച് കാണാൻ പറ്റിയിട്ടുണ്ട്. അതൊരു കുറച്ച് മലയാളിത്തവും വേണം. നമ്മുടെ മലയാളം പാട്ടുകൾക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ മലയാളം ലിറിക്ക് പാടുമ്പോൾ അത് കുറച്ച് അതും ഇത്തിരി മര്യാദയ്ക്ക് തന്നെ പാടുന്നുള്ളതാണ്. പക്ഷെ എന്നാലും ആ ഒരു ഡൈനാമിക്സിലും അതിൻ്റെ ആ ഒരു കൊടുക്കുന്ന പ്രസൻറ്റേഷനിലൊക്കെ അത് കുറച്ച് വെസ്റ്റേൺ സ്റ്റൈലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ, പിന്നെ നമ്മുടേതായിട്ടുള്ള കുറച്ച് ഗിമ്മിക്സുകളും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ പാടുമ്പോൾ ഒരു വെള്ളി ഇട്ടിട്ടാണ് തുടങ്ങണം. അങ്ങനെ പാടാൻ പറ്റില്ല ആ പാട്ടിന്. അത് ഇൻസ്ട്രക്ഷനിലും ടൈറ്റിലല്ലോ അത് അതൊക്കെ നമ്മുടെ ഓൺ ഇതാണ് വരുന്നത്. നമുക്ക് ഇപ്പം അതിൻ്റെ ഒറിജിനൽ പാട്ടിലും അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പം അത് തന്നെ നമ്മൾ റിപ്പീറ്റ് അത് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഇപ്പോൾ ഈ രാക്ഷസി പോലത്തെ പാട്ടുകളാണെങ്കിലും ഇങ്ങനത്തെ ഒക്കെ പാടുമ്പോൾ നമുക്ക് അങ്ങനെ നമ്മുടെ വോയിസിൽ എന്തൊക്കെ ഗിമ്മിക്സുകൾ കാണിക്കാൻ പറ്റുമോ അതൊക്കെ നമുക്ക് കാണിക്കാം. അത് എനിക്ക് കുറേയൊക്കെ SPB സാറിൻ്റെ പുള്ളിയുടെ സിംഗിങ്ങിൽ നിന്നാണ് നമുക്ക് കിട്ടിയേക്കണം. ദിലീപ് ഏട്ടൻ അഫ്സൽ ക പാടേണ്ട ഒരു പാട്ട് പാടി, ആ പാട്ട് ഹിറ്റായിട്ടുണ്ട്. ഏതാ പാട്ട്? സാറേ സാറേ സാമ്പാറിയാണോ അല്ലെങ്കിൽ? അതെ 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 സാർ അതെ 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 അല്ല, അത് ആക്ച്വലി ആ പാട്ട് ഞാനത് പാടി. അത് എന്താണ് സാറേ സാർ ഞാൻ പാടിയത് അങ്ങനെയായിരുന്നു സാറേ സാർ. പക്ഷെ ആ ഫിലിമിൽ പുള്ളി ഇങ്ങനത്തെ ഒരു അതാണ് വേണ്ടിയത്. അപ്പോൾ പുള്ളി പറഞ്ഞ് ആ വർക്ക് നടക്കുന്ന സമയത്ത് ദിലീപേട്ടനും സ്റ്റുഡിയോയിലുണ്ടായിരുന്നു, ലാൽ മീഡിയ തന്നെ ആയിരുന്നു പാടിയത്. അപ്പോൾ പുള്ളി പറഞ്ഞ് ഇത് ഇങ്ങനെ ഒരു റാഫിക്കായിരുന്നു, അവർ സ്ക്രിപ്റ്റ് അവരായിരുന്നു, റാഫി മക്കാട്ടിനായിരുന്നു. അപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു ഇതിങ്ങനെ പുള്ളിയുടെ നേച്ചർ ഇതാണ്, കുറച്ച് ബുദ്ധിയില്ലാത്ത. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് അന്നും ഞാനിങ്ങനെ സിനിമകൾ തുടങ്ങി വരുന്ന സമയമല്ല, അപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ. അപ്പോഴാണ് ദിലീപേട്ടൻ പറഞ്ഞു ഞാനൊന്ന് പാടിത്തരാമെന്ന് പറഞ്ഞ് പുള്ളി കയറി. അങ്ങനെ പാടി കഴിഞ്ഞപ്പോഴാണ് എന്നാൽ പിന്നെ നമുക്ക് ഇത് കൊള്ളാമല്ലോ അഫ്സലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതാ നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ പാട്ട് വരുന്നത്. അപ്പോൾ ദിലീപേട്ടൻ എപ്പോഴും എന്നെ കാണാൻ പറയും ഈ എന്നെ പാട്ടുകാരനാക്കിയ ആളായിരിക്കണമെന്ന് പറയും. അന്ന് അത് തുടങ്ങിയ പുള്ളി അതാണ്. പിന്നീട് അദ്ദേഹം പിന്നെ കുറേ സിനിമകളൊക്കെ പാടി. പക്ഷേ എങ്കിലും എനിക്ക് എൻ്റെ ഒരു ഭാഗ്യം, പുള്ളി കുറേ സിനിമകളിൽ അദ്ദേഹത്തിൻ്റെ എനിക്ക് എന്നെ ചൂസ് ചെയ്തിട്ടുണ്ട്. അതെ, പ്രിൻസ് ആൻഡ് ഫാമിലി, 2 കൺട്രീസ്, അതിന് മുമ്പുള്ള കുറേ സിനിമകളൊക്കെ അത് നല്ലൊരു കോമ്പിനേഷനായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ്. അത് സന്തോഷമാണ്. എടുത്തു പറഞ്ഞപ്പോൾ എനിക്ക് ആ വെളുവെളുത്തൊരു പെണ്ണ്. അതെ, 7ാം കടൽ താണ്ടി ഇങ്ങോട്ട് വന്നെൻ്റെ മാലാഖയായോള് പൊന്നേകിടാനുള്ള താറാവ് പോലെ എൻ്റെ പിന്നാലെ വന്നോള്. എന്നാലും പൊന്നേ നുണ പൊന്നായിപ്പോയേ ഇനി എന്നാളും കൂടെ അവൾ. കല്യാണം കൂടാനിരു കയ്യേകി തന്നെ ഒരു കുന്നോളം പൊന്നേ അവൾ. വെളുവെളുത്തൊരു പെണ്ണ് കുടി കുടിച്ചെന്ന് കള്ള്
ആ മൺകുടത്തിൽ മുഖം ചേർത്തു നീ ആദ്യാനുരാഗം നുകർന്നീലയോ കുടി കുടിച്ചൊരു നേരം ലാ 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 തുണ വിളിച്ചൊരു പെണ്ണേ ലാ 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 വെളുത്തൊരു പെണ്ണ് ലാ 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 കുടി കുടിച്ചെന്ന് കള്ള്. ലാ 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 ലാ. അഫ്സൽക്ക, ഈ സുജാത ചേച്ചി പാട്ട് പാടുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ചിരിച്ച മുഖം വരും. അത് തന്നെയാണ് നിങ്ങളെ കേസിലും സംഭവിക്കുന്നത്. ഇപ്പം നേരിട്ട് കാണുമ്പോൾ ആ ചിരി വ്യക്തമാവുന്നു. മറ്റു അതാണ് ഇങ്ങനത്തെ പാട്ടുകൾ പാടുമ്പോൾ അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു എക്സ്പ്രസീവ് ആയിട്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം പക്ഷെ നിങ്ങൾ കരയിപ്പിച്ച പാട്ടും ഉണ്ട്. അതും പോകാതെ ആ പാട്ട് എങ്ങനെയാണ്? ആക്ച്വലി നിങ്ങൾക്ക് എല്ലാ ഇമോഷൻസിനെയും പാട്ടിലേക്ക് ശരിക്കും ബിൽഡ് ചെയ്യാൻ നന്നായിട്ട് അറിയാം അല്ലേ? അത് ഇപ്പം ഞാൻ പറയല്ലേ, ഞാൻ ഒരു മ്യൂസിഷ്യൻ എന്നുള്ള രീതിയിൽ ഞാൻ ഒരു എന്താ പറയുക, അതിനൊരു കംപ്ലീഷൻ നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോഴും നമ്മൾ ഇപ്പോൾ ദാസാറ് പറയണ പോലെ ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് അതിനൊരു അതിര് വെക്കാൻ പറ്റില്ല. ഞാൻ എത്ര പഠിച്ചു എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. എന്നാലും എൻ്റെ ഒരു കണക്ക് കൂട്ടലിൽ മ്യൂസിക് വൈസ് ഒരു മ്യൂസിഷ്യൻ എന്നുള്ള രീതിയിൽ ഞാനൊരു 20% എനിക്ക് അറിവുള്ളൂ. എനിക്ക് അതും കൂടിപ്പോയെന്നൊരു സംശയം എനിക്ക്. ഇപ്പോഴും 20 ഉള്ളൂ എന്നാണ് പറയുന്നത്. അത്രേ ഉള്ളൂ. കാരണം അറിവ് നമുക്കൊന്നും ഇല്ല ഗൈസ്. അല്ല, അങ്ങനെയല്ല. ഞാൻ നിങ്ങളുടെ കാര്യം അങ്ങനെ മറ്റുള്ള ഞാൻ എൻ്റെ കാര്യം മാത്രമാണ് ഞാൻ പറയണത്. ചിരിമണി മുല്ലേ ഈ പാട്ടിന്റെ റെക്കോർഡിങ്ങിന്റെ അനുഭവം പറയണു. അത് ഈ പറഞ്ഞ ഒരു ദിലീപേട്ടൻ്റെ സിനിമകളാണ്. അപ്പോൾ എന്തായാലും ആ ടൈമിൽ ഇങ്ങനെ ഞാൻ കണ്ടിന്യൂസ് പാടുന്നതുകൊണ്ട് എന്തായാലും എനിക്കൊരു പാട്ട്. പക്ഷേ ജോഷി സാറിൻ്റെ സിനിമകൾ ആ ടൈമിൽ കുറേ നല്ല ഇതേപോലത്തെ ദിലീപേട്ടൻ്റെ ആക്ഷൻ സിനിമകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പ്രൊഡക്ഷൻ എല്ലാം ചെയ്യണ ആൽവിൻ ആൻ്റണി ആയിരുന്നു. അപ്പോൾ ഞാനും പുള്ളിയായിട്ട് ഭയങ്കര കമ്പനിയാണ്. അപ്പോൾ ഞങ്ങളെപ്പോഴും സംസാരിക്കുമ്പോൾ എടാ ദിലീപിൻ്റെ ഒരു പുതിയ സിനിമ കണ്ടിട്ടാ, അപ്പോൾ നമുക്കത് ചെയ്യണം. അങ്ങനെ ഇപ്പോഴും പുള്ളി കാണുമ്പോഴും അങ്ങനെ തന്നെയാണ്. പുള്ളി ആൽവിൻ ചേട്ടൻ ഭയങ്കര സപ്പോർട്ടിങ്. അങ്ങനെയാണ് പുള്ളിയും ഞാനും കൂടിയാണ് ചെന്നൈയിൽ പോണത്. ഇങ്ങനെ ഒരു പാട്ടുണ്ട് നമുക്ക് ചെയ്യാമെന്നും പറഞ്ഞു. അങ്ങനെ പോയി ദീപക്കാണ് മിസ്. ദീപക്ക് ആ സമയത്ത് ദീപക്ക് ചെന്നൈ തന്നെയുള്ളത്. അപ്പം അങ്ങനെ അവിടുന്ന് അതിന്റെ വൺ ലൈനർ എന്താണ്? ഹാപ്പി അതൊരു റൊമാൻറ്റിക് സോങ്. അതായത് ഇങ്ങനെ ആൽവിൻ ചേട്ടൻ പറയട്ടെ, അത് പുറത്താണ് ഷൂട്ട് ചെയ്യണത്, ന്യൂസിലാൻഡിലാണ് ഷൂട്ടിംഗ് നടക്കണം. അപ്പോൾ ഒരു കളർഫുള്ളായിട്ടാണ് ചെയ്യണത്. അപ്പോൾ അത് പിന്നെ നമുക്കറിയാമല്ലോ ദീപകിൻ്റെ ഒരു മ്യൂസിക്, അതിലുപരി പുള്ളിയുടെ സൗണ്ടിങ്ങാണ് നമുക്ക് കേൾവിക്ക് ഭയങ്കര രസമാണ്. പുതിയ ജനറേഷനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു സൗണ്ടിങ്ങാണ് ദീപകിൻ്റെ. അപ്പം നമുക്കും ഒരു സന്തോഷമാണ്. കാരണം ദീപകിൻ്റെ പാട്ട് പാടുക എന്ന് പറഞ്ഞാൽ നമ്മളെ സൗണ്ട് എങ്ങനെയാണ് അതായത് പുറത്ത് വരുന്നതെന്നുള്ള നമുക്കൊരു കാഴ്ചപ്പാടുണ്ട്. നല്ല രസമായിരിക്കും എന്നുള്ളൊരു. അപ്പോൾ അത് തന്നെയാണ് ഒരു സന്തോഷം. ഈ വർക്കിന് പോയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, ദീപകിൻ്റെ വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു സന്തോഷമുണ്ട്. അങ്ങനെ ആൽവിൻ ചേട്ടൻ പറയും ഇത് പുറത്ത് ഷൂട്ട് ചെയ്യണതാണ് ദിലീപേട്ടൻ്റെ. വിഷ്വൽ ക്യൂ ഉണ്ടായിരുന്നില്ല? ഇല്ലില്ല, ഉണ്ടായില്ല. പക്ഷേ കളർഫുള്ളായിട്ടായിരിക്കും ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ പാട്ടാണെങ്കിലും നല്ല ഇപ്പോഴും ഒരു ട്രെൻഡിയാണ്. ഇന്നും ഫ്രഷ് ആയിട്ട് നിൽക്കുന്ന ഒരു പാട്ട് തന്നെയാണ് അത്. അത് അതിൻ്റെ റിതം പ്രോഗ്രാമിങ്ങും അതെ അതെ. അപ്പോൾ ദീപകിൻ്റെ ഈ പറഞ്ഞ അതാണ് നമുക്കൊരു സ്പെഷ്യൽ ഫീലിംഗ് ആയിരിക്കും പാട്ടുകൾ ചെയ്യുമ്പോൾ. അപ്പം എന്തായാലും ഞാനും ജോസിനെ തന്നെയാണ് പാടിയ പാട്ട്. ചിരിമണി മുല്ലേ ചിത്തിരമുല്ലേ സുഖമല്ലേ സുന്ദരി മുല്ലേ ചെല്ല നിലാവിൻ ചുംബനമേൽക്കാൻ സുഖമാണല്ലേ ചെമ്പകമലരെ കളി പറയാതെ വരിവണ്ടേ കൊതി തുള്ളാതെ മധുവിതുരാവിതിലെല്ലാം പണ്ടേ പതിവാണല്ലോ. ഓ കണ്ണിണകൾ കടുകു വറുക്കണ സുഖമാണല്ലോ, കവിളിണകൾ ചോന്നു തുടിക്കണ പതിവാണല്ലോ. ഒരു വട്ടം കൂടി പറയണതെന്തിന് ഞാൻ 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 Baby just tell me സ്നേഹം തൊട്ട് തൊട്ട് തരുമോ, കനവിൽ മുട്ടി മുട്ടി നീ വരുമോ വരുമോ വരുമോ. I just wanna love you ചുണ്ടിൽ തൊട്ട് തൊട്ട് നൽകാം, കനവിൽ മുട്ടി മുട്ടി ഞാൻ വഴിയേ പോരാ. Oh no. Thank you.